ഹായ് മൈ ഡിയേഴ്സ്, ഹലോ ഫ്രണ്ട്സ്. ബുദ്ധി കൂടാൻ മരുന്നുണ്ടോ? ശരിക്കും ഇഷ്ടം പോലെ മരുന്നുണ്ട്. അതിന് ന്യൂറോട്രോപ്പിക്സ് എന്നാ പറയാം. അത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറി ചെന്ന് നമ്മുടെ ഡോക്ടറുടെ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. പക്ഷെ അധികം കൂടി കഴിക്കരുത്, ആവശ്യത്തിന് മാത്രം കഴിക്കണേ എന്നുള്ളൂ. ബുദ്ധി കൂടാൻ മരുന്ന് മാത്രമല്ല, ബുദ്ധി കൂടാനിപ്പോൾ ഈ യോഗ, നിസ്കാരം, ഖുർആൻ പാരായണം, മന്ത്രോച്ചാരണം അതിനൊക്കെ സാധിക്കുമോ? ഒരു പരിധിവരെ നമ്മുടെ സംഘർഷങ്ങൾ കുറക്കാനും ബുദ്ധി വികസിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക, ബുദ്ധി ഉന്മേഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്കും സാധിക്കും. പിന്നെ ഈ എക്സസൈസ് ചെയ്താൽ ബുദ്ധി കൂടുമോ? എക്സസൈസ് ചെയ്താൽ തടി നന്നാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ബുദ്ധി നന്നാവും. ബ്രെയിനിലേക്കുള്ള രക്തോട്ടമൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉഷാറായിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ചില ഫുഡ് കഴിച്ചാലോ? യെസ്, ചില ഫുഡുകൾക്ക് ബുദ്ധിയെ ഉത്തേജിപ്പിക്കാനും ഉണർവ് നൽകാനും സാധിക്കും. പിന്നെ കുട്ടികൾ പറയുന്നുണ്ടല്ലോ, ഗെയിം കളിച്ചാൽ ബുദ്ധി കൂടും. ചില ഗെയിം കളിച്ചാൽ ബുദ്ധി കൂടും, ചില ഗെയിം കളിച്ചാൽ ബുദ്ധി നശിക്കും. ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, ഞാൻ 5 കാര്യമാണ് പറഞ്ഞത്. മരുന്നുകളുണ്ട്, നമ്മുടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ഫുഡിൻ്റെ കൂടെ കഴിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ബ്രഹ്മി എന്നൊക്കെ പറയുന്നത് അതിൽ പെടും. അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ട്, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യോഗ അതുപോലുള്ള പ്രാക്ടീസൊക്കെ മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ, എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ്, ഫുഡ്. ഈ 5 കാര്യങ്ങൾക്ക് പുറമായിട്ട് നമുക്ക് മനസ്സമാധാനം വേണം. അതാണ് ആദ്യം വേണ്ടത്. മനസ്സിനൊരു സമാധാനവും പോസിറ്റീവ് സോഷ്യൽ ഇൻട്രാക്ഷനും പോസിറ്റീവായിട്ടുള്ള സാമൂഹിക ഇടപെടലുകളും. അത് കരുതിയിട്ട് നമ്മളൊരു പീപ്പിൾ പ്ലീസറോ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളോ അങ്ങനെയല്ല ആവണമെന്നല്ല. പ്രോപ്പറായിട്ടുള്ള ഇൻട്രാക്ഷനും സോഷ്യൽ സപ്പോർട്ടും ഫാമിലി എൻവയോൺമെൻറ്റും, അതായത് കുടുംബാന്തരീക്ഷവും അതിന് പ്രോപ്പറായിട്ടൊരു നല്ല ചിന്തയുള്ള ഒരാളുടെ ബുദ്ധിയെ വികസിക്കുള്ളൂ. ആദ്യമായിട്ട് അതാ വേണ്ടത്, മൈൻഡ് ശരിയാവണം. അതിനുശേഷം വരുന്ന 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മരുന്നുകൾ, ഫുഡ്, എക്സസൈസ്, ദെൻ മെഡിറ്റേഷൻ ആൻഡ് വൺ മോർ തിങ്, വീഡിയോ ഗെയിമിൻ്റെ കോൺട്രവേഴ്സ്യൽ എഫക്റ്റ് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യമായിട്ട് ഞാൻ ഈ മെഡിറ്റേഷൻ്റെ ആൾക്കാർ ബുദ്ധി കൂടാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ചിന്താശേഷി ഉഷാറാക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കാം. നേരത്തെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഫ്രഷ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. ഫ്രഷ് ആയിരിക്കണം. അങ്ങനെ കുടിക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ 75% വെള്ളമാണ്. നമ്മളൊരു നൈറ്റ് കംപ്ലീറ്റ് ഒന്നും കഴിക്കാതെ കുടിക്കാതെ ഇരുന്നതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിന് അതിശക്തമായിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കാൻ തുടങ്ങും. വെള്ളത്തിനേക്കാൾ ഉഷാറ് ഫ്രഷ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ട്, ഇളനീരാണെങ്കിൽ വളരെ ഉഷാറാണ്. കാരണം ഈ വിഷാംശങ്ങളൊന്നും ഇല്ലാത്തൊരു വെള്ളം കിട്ടുന്നത് ഇളനീരിനാണ്. അപ്പോൾ ഇളനീരിനാണെങ്കിൽ വളരെ ഉഷാറാണ്. എന്നിട്ട് നിങ്ങൾ പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ ഡേ, നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡേ ടൈം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പോലെ നിസ്കരിക്കാനോ ഒക്കെ സമയം ചെലവഴിച്ചതിന് ശേഷം, ഖുർആൻ ഓതാനൊക്കെ സമയം ചെലവഴിച്ചതിന് ശേഷം, അക്കോർഡിംഗ് ടു യുവർ റിലീജിയസ് പ്രാക്ടീസ് നമ്മൾ മോർണിംഗ് വാക്കിന് രാവിലത്തെ പ്രഭാത നടത്തത്തിന് പോവുക. ഒരു അരമണിക്കൂറെങ്കിലും നടത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പോർട്സ് ആക്ടിവിറ്റി, ഷട്ടിൽ കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ ഒക്കെ പോവാം. ഇതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് രക്തോട്ടം വളരെ ക്ലിയർ ആവാൻ ഇത് ഉപകരിക്കും. ഓക്കെ, അങ്ങനെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടം ഉണ്ടായാൽ നമ്മുടെ ബ്രെയിനിൽ കുറേ എന്തുണ്ടെന്നറിയോ, നാഡികളുണ്ട്, നെർവ്സ് ഉണ്ട്. ഇവ തമ്മിൽ കണക്ഷൻസ് കൂടും. കണക്ഷൻസ് കൂടിയാൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കൂടും. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ മെഡിറ്റേഷനിൽ രാവിലെ എണീക്കുക, വെള്ളം കുടിക്കുക, ഇളനീരാണെങ്കിൽ ഉഷാറാണ്. പിന്നെ എന്ത് ചെയ്യുക, പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം മോർണിംഗ് വാക്ക്, അതിനുശേഷം എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്പോർട്സ്, അതിനുശേഷം ഡേ പ്ലാൻ ചെയ്താൽ നിങ്ങൾക്കൊരു എന്താ പറയുക, ഷാർപ്പായിട്ടുള്ള മൈൻഡ് കിട്ടും. അപ്പോൾ ഞാൻ മെഡിറ്റേഷൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഒരു കാര്യം കൂടി, അതായത് നിങ്ങൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയായിരുന്നാലും, ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പുറത്തേക്കൊന്നും പോകാതെ അകത്തിരിക്കുന്നതായിരിക്കും ഭൂരിഭാഗം ടൈമും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഔട്ടിങ്ങിന് പോവുക. ഇത് നമുക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ കുട്ടികളുടെ വളർച്ചയ്ക്കും എല്ലാം ഇത് വേണം. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പുറത്തുനിന്ന് ഇറങ്ങാൻ പോകും. ഓക്കെ, ഇനി ഞാൻ എക്സസൈസിനെ കുറിച്ച് പറയാം. എക്സസൈസ് ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് അവർ, അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഓടുക, ചാടുക, അതേപോലെ നമ്മുടെ ഹൃദയത്തിന് നല്ല എഫക്റ്റീവ് ആവുന്ന, പമ്പിങ് എഫക്റ്റീവ് ആവുന്ന എക്സസൈസ് ചെയ്യാം.
അങ്ങനെ ആകുമ്പോൾ എന്താ മെച്ചെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ബ്രെയിനിന് കുറേ ഓക്സിജൻ കിട്ടും. ആ ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ബ്രെയിൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അടുത്തതാണ്, 6 മുതൽ 7 മണിക്കൂർ വരെയെങ്കിലും സ്ലീപ്പ്, ഉറക്ക് വേണം. പ്രോപ്പറായിട്ട് ഉറങ്ങണം. എക്സാമിൻ്റെ തലേ ദിവസം കുറേ ഉറക്കം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അത് 6 to 7 hours ഒരു നൈറ്റിൽ നമ്മൾ ഉറങ്ങിയിരിക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നു. ഇനി അടുത്ത് ഞാൻ പഠിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ കാണാപ്പാഠം പഠിക്കരുത്. എന്താണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്ന ഓർമ്മ കിട്ടാൻ എന്താ ചെയ്യേണ്ടത്, വീണ്ടും 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 അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ ടീച്ചർ നമ്മൾ തന്നെ ആയിട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി, അതായത് എന്താ പറയുക, ചെറിയ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഷോർട്ടായിട്ട് ഉള്ള കാര്യങ്ങൾ ഓർക്കുമല്ലോ, അത് ദീർഘകാല മെമ്മറിയിലേക്ക്, ലോങ് ടേം മെമ്മറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ റിപ്പീറ്റേഷൻ, അതായത് ഈ ആവർത്തനം വളരെയധികം ക്രൂഷ്യലാണ്. ഇത് മാത്രമല്ല, നമ്മൾ പണ്ടുള്ള കാര്യം വീണ്ടും നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർത്ത് വെക്കണം. നമ്മളിപ്പോൾ ഒരു റോഡിലൂടെ പോവുകയാണ്, ഒരു കടയുടെ പരസ്യം കണ്ടു 1 കിലോമീറ്റർ ദൂരത്ത്, വീണ്ടും ആ കടയുടെ പരസ്യം, അങ്ങനെ എന്താ സംഭവിക്കുക, നമ്മൾ അറിയാതെ ആ കടയെ പറ്റി ഓർക്കും. അതുപോലെ ഈ റിപ്പീറ്റേഷൻ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അതിന് പുറമേയിട്ട് നമ്മളൊരു പാരഗ്രാഫ് പഠിച്ചാൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യണം, ഒന്ന് ചുരുക്കി പറയണം. എന്നിട്ട് നമ്മുടെ ബ്രെയിനിനെ നമ്മൾ തന്നെ പഠിപ്പിക്കണം. അതാണ് ഈ ലേണിങ്, അതായത് പഠനത്തിൻ്റെ കാര്യത്തിൽ മെമ്മറി വർദ്ധിപ്പിക്കാനുള്ള ട്രിക്ക്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മെമ്മറിയുടെയും ബുദ്ധിയുടെയും മറവിയുടെയും ഒക്കെ മെഡിക്കൽ സയൻസ് ആണ് പറയാൻ പോകുന്നത്. അതായത് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ അടുത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് ഷോർട്ട് ടേം മെമ്മറി. അപ്പോൾ ഒരു പാരഗ്രാഫ് വായിച്ചാൽ അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് ഉള്ളത്. പക്ഷേ അത് ഓർത്തിരിക്കണമെങ്കിൽ ഈ ഷോർട്ട് ടേം മെമ്മറിനെ നമ്മൾ ദീർഘകാല മെമ്മറി ആയിട്ടുള്ള ലോങ് ടേം മെമ്മറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഇത് ഷിഫ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ റിപ്പീറ്റേഷനൊക്കെ വേണ്ടത്, ആവർത്തനമൊക്കെ വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മറവിയും വ്യത്യസ്തമാണ്. മറവി രോഗത്തെ നമ്മൾ അൾഷിമേഴ്സ് എന്നാണ് പറയാം. അത് നമ്മുടെ ബ്രെയിന് കുറേ ഡാമേജ് ആയിട്ട് ഉണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ വണ്ടിയുടെ കീ വെച്ചത് മറക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് മറക്കും. അതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടത്ര എനർജി കിട്ടാത്തപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ബ്രെയിനിന് വേണ്ടത്ര ഊർജം എവിടുന്നാണ് കിട്ടുക? ബ്രെയിനിന് എനർജി കിട്ടുന്നത് കൊഴുപ്പുന്ന കാര്യമായിട്ട്, മറ്റേതോ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് പോലുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിറയെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ബ്രെയിനിന് എന്ത് ചെയ്യും, നമുക്ക് എനർജി കിട്ടും. അതിനൊക്കെ പുറമെ ഫാറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിന് എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെയിനിന് എനർജി കിട്ടാൻ നമുക്ക് കുറച്ച് നല്ല ഫുഡ്സ് കഴിച്ചാൽ, ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നല്ലതാണ്. അപ്പോൾ ഈ ജങ്ക് ഫുഡ്സും ബേക്കറിയിലെ ഫുഡ്സും അതേപോലെ സീഡ്സും ഒക്കെ കഴിക്കേണ്ടെന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഓവറായിട്ട് സ്ഥിരമായിട്ട് കഴിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ജസ്റ്റ് ലൈക്ക് ഷുഗറിൻ്റെ അസുഖമുള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക് അറിയാമല്ലേ, ഷുഗർ കുറയും ചെയ്യും, കൂടും ചെയ്യും. അതേപോലെ അതിൻ്റെ മുമ്പത്തെ സ്റ്റേജ് ഉണ്ട്, പൊണ്ണത്തടി ഉണ്ടാവുന്നതും. അതേപോലെ നമുക്ക് പറയാം ഇൻസുലിൻ റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഡയബറ്റീസ് വരുന്നതിന് മുമ്പുള്ള സ്റ്റേജ് ഉണ്ട്. ഈ സ്റ്റേജിലൊക്കെ നമ്മുടെ ബോഡിയിലെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടിയിരിക്കും. അപ്പോൾ അത് നമ്മുടെ മറവിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഈ ഷുഗറുള്ള ആൾക്കാർ ഒരു പെരപരപ്പ്, ഓർമ്മക്ക് തലയ്ക്കൊരു പെരപരപ്പ് എന്നൊക്കെ പറയുന്നത്. അതാണ് ഇങ്ങനത്തെ എന്താ പറയുക, ബ്രെയിൻ ഫോഗ് പോലുള്ള, അതായത് തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യാത്തൊരു എഫക്റ്റ് വരും. അപ്പോൾ ഫുഡ് വളരെ പ്രോപ്പർ ആയിരിക്കണം. അത് എന്തൊക്കെ ഫുഡാണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്നത് എങ്ങനെയാണ്. ചില കുട്ടികൾ കണ്ടാലായിരിക്കും മനസ്സിലാക്കുക. അബൌട്ട് 50% എന്താണെന്ന് വെച്ചാൽ കാഴ്ചയിൽ വിഷനാണ് അവർക്ക് കുറേ ആനിമേഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യും. അതെന്താണ്, അങ്ങനെയാണ് കുറേ ആൾക്കാർ പഠിക്കുന്നത്. ചില ആൾക്കാർ കണ്ടാണ് പഠിക്കുന്നത്. ചില കുട്ടികൾക്ക് സൗണ്ടാണ് കേൾക്കുക. അത് ക്ലാസ്സിൽ നിന്ന് കേട്ടത് അവർ അതുപോലെ ഓർക്കും. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും പിറ്റേന്ന് ക്ലാസ്സിൽ നിന്ന് പിറ്റേന്ന് പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അവർ കേൾവിയാണ് ആശ്രയിക്കുന്നത്. ചില കുട്ടികൾ കാഴ്ചക്കും കേൾവിക്കും പുറമെ അവർക്ക് വീട്ടിലെത്തിയിട്ട് ഒന്ന് എഴുതി നോക്കേണ്ടി വരും. റീപ്രൊഡ്യൂസിങ് അതാണ് അവരുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഈ റീപ്രൊഡക്ഷനും വിഷനും ഒക്കെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാനുള്ള ഓരോ ട്രിക്സ് ആണ്. ഓരോ കുട്ടികൾക്കും അത് വ്യത്യസ്തമായിരിക്കും. ഇനി നമുക്ക് ഫുഡിലേക്ക് മടങ്ങി വരാം.
ഞാൻ പറഞ്ഞല്ലോ ഈ ബേക്കറി ഐറ്റംസിനെ കുറിച്ച്. അതുകൊണ്ട് ചില പാരൻസ് വിചാരിക്കും ഇനി ബേക്കറിയെ വേണ്ട കൊടുക്കണ്ടെന്ന്. പിന്നെ പകരം എന്ത് കൊടുക്കുന്ന അവർ ആലോചിക്കൂല. പകരം നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്നല്ല ഫ്രൂട്ട്സ് വരെ കൊടുക്കാം. ഫ്രൂട്ട്സിൽ മധുരല്ലേ ഉണ്ട്, പക്ഷേ അതിൽ ഫൈബർ കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഗ്ലൂക്കോസിന്റെ വേരിയേഷൻ വല്ലാതെ കൂടില്ല, വല്ലാതെ കുറയില്ല. അത് നാച്ചുറൽ ആണ്. അപ്പോൾ അത് പ്രശ്നമല്ല, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. അതുപോലെ നിങ്ങൾക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ട്. നല്ല കൊളസ്ട്രോളിന് HDL എന്നും LDL എന്നതിന് ചീത്ത കൊളസ്ട്രോൾ എന്നും പറയും. എന്തൊക്കെ ആയാലും ഈ നല്ല കൊളസ്ട്രോൾ അടങ്ങിയ ഭക്ഷണം നല്ലതാണ് ബുദ്ധിക്ക്. ഞാൻ പറഞ്ഞല്ലോ, കാരണം കാർബോഹൈഡ്രേറ്റിനേക്കാൾ കൂടുതൽ ബ്രെയിൻ ആശ്രയിക്കുന്നത് നമ്മുടെ ഫാറ്റിനെയാണ്. അപ്പോൾ നല്ല കൊളസ്ട്രോൾ അടങ്ങിയ ഓയിൽ ഏതാണെന്ന് ചോദിച്ചാൽ കോക്കനട്ട് ഓയിലൊക്കെയാണ്, ഗീ നെയ്യൊക്കെയാണ്, തേങ്ങാപ്പാൽ വളരെ നല്ലതാണ്. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, അവോക്കാഡോ ഫ്രൂട്ട്സ്, ബദാം. ഇതിലൊന്നും ഫാറ്റി ആസിഡ് അല്ല. ഇങ്ങനെ ബദാം നല്ലതാണ്, വാൾനട്ട് നല്ലതാണ്, അവോക്കാഡോ ഫ്രൂട്ട്സ് നല്ലതാണ്. പിന്നെ സ്പെഷ്യലി മുട്ടയുടെ മഞ്ഞ. ഓക്കെ, ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് കൊളസ്ട്രോൾ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഏതൊക്കെ? കോക്കനട്ട് ഓയിലും നെയ്യും, അതേപോലെ നമ്മുടെ സാധാരണ കുട്ടികൾക്കല്ലേ കൊടുക്കുക, അപ്പോൾ പ്രോബ്ലം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമുക്കത് ഗുളികയായിട്ട് കിട്ടും. അത് ഞാൻ വേറെ പറഞ്ഞുതരാം. ടാബ്ലറ്റ് ആയിട്ട് കിട്ടും, ക്യാപ്സ്യൂളായിട്ട്. അല്ലാതെ ഈ സംഭവങ്ങൾ ബത്തൽ മീൻ, മത്തി, അയില അതുപോലുള്ള ഫുഡ്സിലും omega-3 ഫാറ്റി ആസിഡ് കുറേ ഉണ്ട്. നമ്മുടെ പരിപ്പ്, ബീൻസ്, പയർ, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിന് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? പരിപ്പ്, ബീൻസ്, പയർ, അവോക്കാഡോ, ബദാം. ഇതൊന്നും ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതുപോലെ മുട്ടയുടെ മഞ്ഞ, അതുപോലെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്കറിയാം ഈ കോക്കനട്ട് ഓയിൽ നല്ലതാണോ അല്ലേ എന്നൊക്കെ പലർക്കും ഇടയിൽ കോൺട്രവേഴ്സ്യൽ കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ ഏറ്റവും നല്ല ഓയിൽ, നമ്മുടെ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഓയിൽ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇവിടെ കോസ്റ്റ്ലി ആണെങ്കിലും ഒലീവ് ഓയിലിൻ്റെ അത്ര നല്ല ഒരു ഓയിലേ ഇല്ല. ഒലീവ് ഓയിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പവർഫുൾ ബ്രെയിൻ ആക്കാൻ ഈ ഒലീവ് ഓയിലിന് വല്ലാതെ സാധിക്കും. ഓക്കെ, പിന്നെ പഠനങ്ങൾ കാണിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത്, ഈവൻ ഓൾഡ് ഏജിൽ പോലും ഡാർക്ക് കളേർഡ് ചോക്ലേറ്റ് കഴിക്കുന്നത് ബുദ്ധി നന്നാവാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബുദ്ധി നശിക്കുന്നത് തടയാനെങ്കിലും ഉപകരിക്കും. അത് മാത്രമല്ല, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യുന്ന ആൾക്കാർക്കും മ്യൂസിക് കേൾക്കുന്ന നല്ല മ്യൂസിക്കാണ് പറഞ്ഞ് കേൾക്കുന്ന ആൾക്കാർക്കും ബുദ്ധി വളരെയധികം ഉത്തേജിപ്പിപ്പെട്ട് നന്നായി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ഓവറാക്കിയാൽ ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ടാവുമെന്നും ഞാൻ സൂചിപ്പിക്കും. നമുക്ക് മരുന്നുകൾ ഓരോന്നായിട്ട് നോക്കാം. മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജിമ്മിലൊക്കെ കൊടുക്കുന്ന ഒരു ക്രിയാറ്റിനിൻ ഉണ്ട്. ഏത് ക്രിയാറ്റിനിൻ? നമ്മൾ കിഡ്നി ഫെയിലിയർ ഉണ്ടാകുമ്പോൾ കൂടുന്ന ക്രിയാറ്റിനിൻ തന്നെ, ക്രിയാറ്റിനിൻ മോണോഹൈഡ്രേറ്റ്. ഈ ക്രിയാറ്റിനിൻ നല്ലതാണോ ചീത്തയാണോ കുറേ ആൾക്കാരുടെ സംശയമാണ്. നമ്മുടെ ഒന്നാമത്തെ ഒരു മരുന്നാണ് ഞാൻ ക്രിയാറ്റിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഈ ക്രിയാറ്റിനിന് നമ്മുടെ ഗ്ലൂക്കോസ് നമ്മുടെ മസിലുകൾക്കും അതുപോലെ ബ്രെയിനും കൊടുക്കുന്ന എനർജിയേക്കാൾ കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മസിൽ ഉണ്ടാവാനും അതുപോലെ നമ്മുടെ ബ്രെയിൻ ഉഷാറാവാനും വളരെ നല്ലൊരു മെഡിക്കേഷനാണ് ഇത് ക്രിയാറ്റിനിൻ. നോ പ്രോബ്ലം. പക്ഷേ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ ഏജും എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് കിഡ്നി പ്രോബ്ലം ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അമിതമാക്കിയാൽ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റാണ് ഉണ്ടാവുക എന്നും കൂടി സൂചിപ്പിക്കുന്നു. ക്രിയാറ്റിനോട് കുഴപ്പമില്ലാന്ന് അനിമൽസിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ട്. പക്ഷേ മനുഷ്യന്മാരിൽ ചില ആൾക്കാർക്ക് ഇത് നല്ലതല്ല എന്ന് കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനിയൊരു മരുന്നിനെ കുറിച്ചാണ്. ഈ മരുന്ന് ശരിക്കും ബുദ്ധി കൂടാൻ കൊടുക്കുന്നതല്ല, ഉള്ള ബുദ്ധി തകർന്ന ആൾക്കാർക്ക് ശരിയാക്കാൻ കൊടുക്കുന്ന. അതായത് ലെസിത്തിൻ, കോളിൻ, സീറീൻ പോലുള്ള അമിനോസിഡ് അതുമായിട്ട് ബന്ധപ്പെട്ട കെമിക്കലോ, ലെസിത്തിൻ, കോളിൻ, സീറീൻ പോലുള്ള സാധനങ്ങൾ. ഈ കോളിൻ എന്ന് പറഞ്ഞ കെമിക്കൽ നിന്നാണ് അസറ്റൈൽ കോളിൻ എന്നുള്ള സാധനം ഉണ്ടാകുന്നത്. അതാണ് നമ്മുടെ കംപ്ലീറ്റ് നാഡീവ്യവസ്ഥയും മേജറായിട്ട് നിയന്ത്രിക്കുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഈ സീറീനും കോളിനും ലെസിത്തിനും ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആർക്കാണ്? ഈ മെമ്മറി പ്രോബ്ലം പെട്ടെന്ന് ഉണ്ടായ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ചിലർ പറയുന്നുണ്ട് അൾഷിമേഴ്സ് പോലും ഒരു പരിധിവരെ തടയാൻ, അൾഷിമേഴ്സിനുള്ള മരുന്നല്ല പക്ഷേ തടയാൻ ഇതിന് സാധിക്കും എന്ന് പറയുന്നത് സീറീൻ, കോളിൻ, ലെസിത്തിൻ. അത് നമുക്ക് ആവശ്യമല്ല. ഇനി നമുക്ക് അടുത്ത മരുന്ന് എന്താ നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ B കോംപ്ലക്സ്, വൈറ്റമിൻ C. ഇതിനൊക്കെ നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നതിൽ വളരെയധികം വലിയ റോളുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഈ വൈറ്റമിൻ സിയോ വൈറ്റമിൻ B12 ഇല്ലെങ്കിൽ നമുക്ക് കാലിന് ഒരു ചുട്ടുകത്തല. അത് ചിലപ്പോൾ അതുകൊണ്ടാവാം, അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ആവാം. അല്ലെങ്കിൽ മെമ്മറി ശരിക്കും വർക്ക് ചെയ്യില്ല, നമുക്ക് എവിടെ എന്താ ഏതാണെന്നൊന്നും ഒരു പിടുത്തവും കിട്ടില്ല.
ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഒക്കെ ഉള്ള ഫുഡ് കഴിക്കണം എന്ന് ഫുഡ് കഴിച്ചാൽ ഒരു പരിധി വരെ തടയാം. ഇല്ലെങ്കിൽ നമ്മൾ വൈറ്റമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് ഒക്കെ എടുക്കേണ്ടി വരും ബൈ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് എ ഡോക്ടർ. അപ്പോൾ എന്താ നമ്മൾ പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പാല്, മുട്ട, ചിക്കൻ, അതുപോലെ ചീസ്, കേട് എന്ന് പറഞ്ഞാൽ എന്താ, തൈര്, അതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്താൽ വൈറ്റമിൻസ് ശരിക്കും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ശരിക്കും പ്രവർത്തിക്കും. ഇതുണ്ടായാൽ ബുദ്ധി കൂടുന്നല്ല, ഇതില്ലെങ്കിൽ ബുദ്ധി നശിക്കും. ഓക്കെ. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കഫീൻ എന്നുള്ള മരുന്ന് ഏതായാലും കോഫിയിലുള്ളത്. മാത്രമല്ല ഒരു പരിധിവരെ നമ്മുടെ ചായയിലുണ്ട് കഫീനല്ല, വേറെ ഒരു സ്റ്റിമുലൻറ്റ്. ഇത് ഉണ്ടായാൽ നമ്മളെന്ത് ചെയ്യും, ഉറക്കം തൂങ്ങുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് നല്ല ഉണർവിലിരിക്കും ഒരു ഗ്ലാസ് കോഫി കുടിച്ചാൽ. മാത്രമല്ല അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഡാമേജിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരം കേടുവരുന്നതിനും ഒക്കെ പറ്റുന്നൊരു സാധനം, നല്ല സാധനമാണ് കോഫി. ബട്ട് എല്ലാവരും അത് പ്രിസ്ക്രൈബ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, ധാരാളം പ്രോബ്ലംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും, കുറേ അസുഖങ്ങൾക്ക് കാരണമാവും. പക്ഷേ ഒരു ദിവസം എക്സാമിൻ്റെ തലേ ദിവസം ഉറക്കം ഒഴിക്കണമെന്ന് കരുതിയാൽ കോഫി കുടിക്കും. ഒരു ദിവസമോ 2 ദിവസമൊക്കെ കോഫി കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഒന്നും കാണാത്തൊരു പ്ലാന്റ് ഉണ്ട്, ഒരു ചെടിയുണ്ട്, ജിങ്കോ ബൈലോബ എന്നാണ് അതിൻ്റെ പേര്. ജിങ്കോ ബൈലോബ. ഇത് നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പ്ലാന്റ് കഴിച്ചാൽ പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് കഴിച്ചാൽ നമ്മുടെ ബുദ്ധിക്ക് ഉണർവും ഉന്മേഷവും മോട്ടിവേഷനും അതുപോലെ നമുക്ക് ഫോക്കസ് ചെയ്യാനും മെമ്മറിയും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലാത്തൊരു പ്ലാന്റാണ്, വേൾഡ് വൈഡ് ആക്സെപ്റ്റഡ് ആണ്, എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടതാണ്. പിന്നെ പക്ഷേ ഇത് മോഡറേറ്റ് എമൗണ്ട് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു പ്ലാന്റ് ഉണ്ട്, പ്ലാന്റ് അല്ല ഒരു മെഡിസിൻ ഉണ്ട്, ബ്രഹ്മി ബുദ്ധി കൂട്ടുമെന്ന് പറയുന്നുണ്ട്. അതും കുറച്ചൊക്കെ ശരി തന്നെയാണ്. ഓക്കെ. പിന്നെ ഞാനൊരു കെമിക്കലിൻ്റെ പേര് പറഞ്ഞുതരാം, റെസ്വെറിട്രോൾ. ഈ റെസ്വെറിട്രോൾ ഉള്ളത് മുന്തിരിയിലും ബ്ലൂബെറി എന്ന് പറഞ്ഞാൽ ഞാവൽ പഴത്തിലും അതുപോലുള്ള സാധനങ്ങളിലാണ് ഇതുള്ളത്. ഇത് നമ്മുടെ മെമ്മറി വളരെയധികം വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം ഉത്തേജിപ്പിച്ച് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല മെമ്മറി പവറും ഫോക്കസിങ് അബിലിറ്റിയും ഒക്കെ കിട്ടുന്ന സാധനങ്ങളാണ് ഈ ഗ്രേപ്സ്, ബ്ലൂബെറി, അതുപോലെ നമ്മുടെ ചോക്ലേറ്റ്, പീനട്ട് പോലുള്ള സാധനങ്ങൾ. എന്നതിനൊക്കെ പുറമേ ആയിട്ട് അതിന് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ നല്ല മിനറൽസ് അതിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ മെമ്മറി എന്നും നിലനിൽക്കാൻ ഈ സാധനങ്ങളൊക്കെ ഉപകരിക്കും. അവസാനമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് omega-3 ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ടുള്ള എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ, അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഉപയോഗിച്ച് നോക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അതിൻ്റെ പേരാണ് കോഡ് ലിവർ ഓയിൽ. നമുക്ക് ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിന്താശേഷിയും അതുപോലെ ബുദ്ധിയും ഒക്കെ ഇത് ഉപയോഗിച്ചാൽ വളരെ ഉഷാറാവും. മെമ്മറിയൊക്കെ ഒന്നും കണ്ടോ, ക്യാപ്സ്യൂൾ കണ്ടോ, ഇതുപോലുള്ള ക്യാപ്സ്യൂളാണ് അതിലുണ്ടാവുക. ഇത് മീനെണ്ണ ഗുളിക എന്നാണ് മലയാളത്തിൽ ഇത് അറിയപ്പെടുന്നത്. ഇത് കഴിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഷ് ആഴ്ചയിൽ 1-2 ഫിഷ് കഴിച്ചാൽ ഇതിൻ്റെ എഫക്റ്റ് കിട്ടും. പക്ഷേ ഇത് സപ്ലിമെൻ്റ് ചെയ്താൽ വളരെ ഉഷാറായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് കാണുമൊന്നുമില്ല, നമ്മുടെ ബുദ്ധി നശിക്കുന്നത് തടയും, ബുദ്ധിനെ വളരെയധികം ഉഷാറാക്കും. ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അത് മാറുന്നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ, ബ്രെയിനിൻ്റെ പ്രവർത്തനത്തിന് നല്ലതാണ്, ബ്ലഡിൻ്റെ സർക്കുലേഷന് നല്ലതാണ്, കിഡ്നിക്ക് നല്ലതാണ്. ആൾമോസ്റ്റ് ബോഡിയിലെ എല്ലാ പാർട്സിനും ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉള്ള ഈ കോഡ് ലിവർ ഓയിൽ നല്ലതാണ്. Okay, I am concluding. I hope you got this information. All this information is useful for you, and thank you for watching. Like me, support me, and subscribe the video. Thank you.